एनडीए सूरजगढ़े एनर्जी सेक्टर में हमारी निर्भरता दूसरे देशों पर कम से कम हो, इसके लिए बीते सालों से लगातार कदम उठाए गए। भारत ने अपनी सोलर पावर कैपेसिटी बढ़ाई है। अभी कुछ देर पहले केरलम में भी एक सोलर प्रोजेक्ट का काम शुरू किया गया है। पेट्रोल डीजल पर निर्भरता कम हो, इसके लिए बहुत बड़े पैमाने पर इलेक्ट्रिक बसों और अन्य इलेक्ट्रिक गाड़ियों पर बल दिया जा रहा है। रेलवे का 100% इलेक्ट्रिफिकेशन किया जा रहा है। പ്രിയപ്പെട്ടവരെ, ഊർജ്ജ മേഖലയിൽ നാം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് തുലോം കുറവാണ്. ഇതിനായി കേന്ദ്ര സർക്കാർ നിരന്തരമായ നടപടികൾ കഴിഞ്ഞ കുറെ കാലമായി സ്വീകരിച്ചതിന്റെ ഫലമാണ് ഇത്. നാം നമ്മുടെ സൗരോർജ്ജ ശേഷി ഇന്ന് പല മടങ്ങ് കൂട്ടിയിട്ടുണ്ട്. അല്പസമയം മുൻപാണ് കേരളത്തിലും ഒരു സൗരോർജ്ജ പദ്ധതിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ പെട്രോൾ ഡീസൽ മേഖലയിൽ നമ്മുടെ സ്വയം പര്യാപ്തത അല്പം കുറവാണെങ്കിലും നാം ഇന്ന് ഇലക്ട്രിക് ബസ്സുകളും മറ്റു വാഹനങ്ങളും വലിയ തോതിൽ നിരത്തിലിറക്കി അതിനെ മറികടക്കുകയാണ്. നാം ഇലക്ട്രിക് ബസ്സുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്ന് രാജ്യത്തെ 100% റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുണ്ട്. एनडीए सूरजगढ़े एक तरफ बीजेपी एनडीए देश को आत्मनिर्भर बनाने के लिए अनेकविध काम कर रही है, वहीं दूसरी तरफ कांग्रेस और लेफ्ट के लोग आत्मनिर्भर भारत अभियान का मजाक उड़ाने में ही जुटे रहते हैं। कांग्रेस और लेफ्ट ने मिलकर सरकारें चलाई है। इन्होंने देश को विदेशों पर ज्यादा से ज्यादा निर्भर ही बनाया है। और आज देखिए, ये लोग मिलकर अफवाहें फैलाने में जुटे हैं। आज युद्ध के समय, इस समय में भी कांग्रेस लेफ्ट और उसका इकोसिस्टम देश में पैनिक क्रिएट करने में, भय पैदा करने में पूरी ताकत खपा रहे हैं। मैं देशवासियों को कहूंगा, कांग्रेस लेफ्ट और इनके इकोसिस्टम द्वारा फैलाई जा रही अफवाहों से सतर्क रहे, सावधान रहे। പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് നമ്മുടെ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം എൻഡിഎ കഠിനമായി പരിശ്രമിക്കുമ്പോൾ, അതിനായി നിരവധി നടപടികൾ കൈക്കൊള്ളുമ്പോൾ, മറുവശത്ത് കോൺഗ്രസും ഇടതുപക്ഷവും ആത്മനിർഭർ ശ്രമങ്ങളെ ഇന്ന് പരിഹസിക്കുകയാണ്. കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അന്ന് കൂടുതലായി വിദേശങ്ങളെ ആശ്രയിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് അന്ന് അവർ നടപ്പാക്കിയത്. എന്നിട്ടിപ്പോൾ അവർ നമുക്കെതിരെ അപവാദ പ്രചരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. യുദ്ധത്തിന്റെ ഈ സമയത്ത് പോലും രാജ്യത്ത് ആശങ്ക പടർത്താനാണ് കോൺഗ്രസ് ഇടത് സംവിധാനങ്ങൾ, അവരുടെ ബുദ്ധികേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു, കോൺഗ്രസും ഇടതു പാർട്ടികളും അവരുടെ ബുദ്ധികേന്ദ്രങ്ങളും പ്രചരിപ്പിക്കുന്ന അപവാദങ്ങളിൽ നിന്ന് നാം അകലം പാലിക്കണം, ജാഗ്രത പാലിക്കണം.